നിൽക്കുക. ചുമ്മാതിങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു. ഡ്രാമയൊക്കെ കാണിച്ച് വന്ന് നിൽക്കുക. ഇങ്ങോട്ട് മാറി ശീലൻ എന്ന് പറയും. അമ്മമാർക്കെല്ലാവർക്കും ഭയങ്കര രോഗങ്ങളാണ്. ഈ രോഗമൊക്കെ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ രോഗമൊക്കെ ആയിട്ട് വന്ന് മാറി ഇങ്ങോട്ട് നിൽക്കുക. SNDPയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഇങ്ങനെ ഈ രോഗമായിട്ട് നിൽക്കുന്ന 3 ഫെബ്രുവരി. ഇപ്പം ഭയങ്കര രോഗമാണ്. ഇങ്ങനെ നടക്കുക. എൻ്റെ രോഗങ്ങളൊക്കെ ഭയങ്കര രോഗമാണ് ഇവന്മാർക്ക്. അവൻ SNDP വരുന്നത്. അപ്പം ഇങ്ങോട്ട് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ പല പല രോഗങ്ങളാണ് ഇവന്മാർക്കങ്ങ്. ഭയങ്കര കൃമി. സാധാരണ SNDP വരുന്നവരൊക്കെ SNDP വന്ന് ചനുവിൻ്റെ പാട് നോക്കും. ഇത് അയലത്തുകാരോട് പിടുത്തത്തിനും പിന്നെ ഇങ്ങനെ പല പല കഥകളുണ്ടാക്കാനും പല പല ഹിഡൻ അജണ്ടാസുമായിട്ട് നടക്കുക. അതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയാൽ നമ്മൾ അമ്പലത്തിലല്ലേ പോകുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ അമ്പലത്തിൽ പോയാൽ മാനമര്യാദയ്ക്ക് അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോയിച്ച് നേരെ നമ്മുടെ വീട്ടിൽ വരും. ഇത് SNDP ആണ്. SNDP പോവുക. ഇതുവരെ ഇങ്ങനൊന്നും ആരും നടക്കുന്നത് കണ്ടിട്ടില്ല. SNDP പോവുക, പിന്നെ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് മാറി നിൽക്കുക, അങ്ങനെ പല പല വേലകളാണ് കേട്ടോ. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പോവാണ്. ഒത്തിരി ആൾക്കാർ വരുന്നത് ഈ SNDPയിൽ. പക്ഷെ അവരാരും ഇങ്ങനെ നടക്കത്തില്ല, മനസ്സിലായില്ലേ? ഇന്ന് വരെ. അപ്പം ഇതൊക്കെ ഇങ്ങനെ എന്താണ്, ഇവന്മാരുടെയൊക്കെ ഭയങ്കര ചുരുക്ക് വേലകളാണ്. ഈ വേലയൊന്നും നമ്മളെടുക്കാൻ വേണ്ട. എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രാപ്പിങ്ങും പിന്നെ ഹിഡൻ അജണ്ടാസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ഇവന്മാർ, മനസ്സിലായോ? കണ്ടില്ലേ, ഇഷ്ടംപോലെ പൂക്കളാണ്. നോക്കി, വാവ്, കണ്ട. എനിക്ക് പണ്ടേ ഈ പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല പൂവാണ്. കണ്ടില്ലേ എന്താ ഒരു ഭംഗി. ഇങ്ങനെയൊക്കെയാണ്, കണ്ടില്ലേ? നല്ല കളറ്, നല്ല ബ്രൈറ്റ് കളറ്, നിറച്ച് പൂക്കൾ കണ്ടോ. ഇങ്ങനെ പോസിറ്റിവിറ്റി ഉള്ളിടത്താണ് ഇങ്ങനെ പൂക്കൾ പിടിക്കുന്നത്. ഇങ്ങനെ ഈശ്വരനും പോസിറ്റിവിറ്റിയും ഒക്കെ ഉള്ളിടത്ത് ഇങ്ങനെ പൂക്കൾ വരും, മനസ്സിലായോ? ഈ പ്രാന്തന്മാരൊക്കെ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ ഹിഡൻ അജണ്ടയായിട്ട്. ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. ഇവന്മാരുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്നും ഇവന്മാരുടെ മനസ്സിലെ കുനിഷ്ഠ ചിന്തകളെയൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കണം. ഇവന്മാരുടെ കുനിഷ്ഠ ചിന്തകൾ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഭഗവാൻ എങ്ങനെയാണ് പാണ്ഡവരെ രക്ഷിച്ചതെന്നുള്ളത് നമുക്കറിയത്തില്ല. പാണ്ഡവരുടെ കൂടെയായിരുന്നു ഭഗവാൻ. ദുഷ്ടന്മാരുടെ കൂടെയൊന്നും ഭഗവാൻ കൂടത്തേയില്ല, മനസ്സിലായോ? ഇവന്മാരൊക്കെ ഇങ്ങനെ ചുമ്മാ ദൈവത്തിൻ്റെ സപ്പോർട്ടില്ലാതെ കിടന്ന് ചാടുക. ചാടി അവസാനം പോയി തോട്ടി വീഴത്തേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ വീട്. എൻ്റെ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സേഫായിട്ട് നമ്മുടെ ഡൽഹിയിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ മുക്കുമിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും കൂടെയാണ് മുക്കും വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അവർ ശരിക്കും പാവ ആൾക്കാരാണ്. പക്ഷേ ഇവന്മാരുടെ ഇൻഫ്ലുവൻസാണ്. ഇവന്മാരിങ്ങനെ അവരെ ശല്യം ചെയ്യുകയാണ്, മനസ്സിലായോ? അതാണ് നമുക്കിപ്പോൾ മനസ്സിലായതൊക്കെ. അല്ലെങ്കിൽ എന്നോട് അവർക്ക് വിരോധം വരേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ അവരുടെ ഒരു ദ്രോഹത്തിന് ചെന്നിട്ടുമില്ല. അവർക്ക് നന്നായിട്ട് അറിയാതെ, മനസ്സിലായല്ലേ? ഇപ്പോൾ സമയം 6:45 കേട്ടോ.